ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസി ക്രിയേറ്റ്. ഇന്ന് നമുക്കൊരു അടിപൊളി DIY വൈറ്റ് പെൻ ഉണ്ടാക്കാം. വൈറ്റ് പെൻ ഉണ്ടാക്കുന്നത് ഫെവിക്കോളിൻ്റെ ഈ ഒരു ട്യൂബ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് ഇതിനുള്ളിൽ കൂടിയാണ് നമ്മുടെ ഇങ്ക് വരിക, അല്ല ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇങ്ക് ഒഴിക്കുക. ഓക്കെ, അതായത് ആ പെന്നായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ട്യൂബായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെവിക്കോളിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ അറ്റത്ത് നമ്മുടെ ഇയർബഡ്സ് ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പഴയ റീഫിലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള ടിപ്പ് കൂടെ കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ പഴയ ഫെവിക്കോളിൻ്റെ കുപ്പി ഒന്നും തപ്പിയിട്ടുണ്ടില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒന്നും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്താണ്. ഇതിനുള്ളിൽ പുതിയ, അതായത് ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തതായിരുന്നു, നിറയെ ഞാൻ എൻ്റെ മറ്റേ കുപ്പിയിലോട്ടാണ് ഫെവിക്കോൾ മാറ്റിയത്. എന്നിട്ട് ബാക്കിയുള്ളത് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഇതിനുള്ളിലിടേണ്ട ആ ഒരു ഇങ്ക് ഉണ്ടല്ലോ, അത് പ്രിപ്പയർ ചെയ്യാം. സോ അതിന് ഞാൻ ഉള്ള ഫെവിക്കോളെല്ലാം എടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ട്യൂബിൽ നിന്ന് ഫെവിക്കോളിൻ്റെ ബോട്ടിലോട്ട് ഇത് മാറ്റാൻ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. നല്ല ടൈറ്റ് ഫെവിക്കോളായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് മാറ്റാൻ പറ്റുന്നതൊക്കെ ഞാൻ മാറ്റിയിട്ട് ബാക്കിയുള്ള ഫെവിക്കോളെല്ലാം ഇതിന് വേണ്ടി ഉപയോഗിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ടാൽക്കം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് പിന്നെ നിങ്ങൾ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ആഡ് ചെയ്യുക, കുറച്ച് മാത്രം മതി. പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. എൻ്റേത് കുറച്ച് അധികം ആയിപ്പോയതുകൊണ്ട് വെള്ളം ഭയങ്കര വാട്ടറി ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വെള്ളം കൂടിപ്പോയത് ഇങ്ങനെ ഒഴുകി കളിക്കൂട്ടോ. ഇനി നമ്മൾ ഈ ഇങ്ക് നമ്മുടെ ട്യൂബിലോട്ട് മാറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോൾ ഉണ്ടല്ലോ, പോയിൻറ്റ് കുറച്ച് വലുതായതുകൊണ്ട് അവിടെയും ടാപ്പ് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞു ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം കറക്റ്റായ രീതിയിലും കുറച്ചേ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇങ്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെന്നിൻ്റെ നിബ്ബ് കട്ട് ചെയ്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫൈനായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. സോ ട്രൈ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.